ഹോർമൂസ് തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് ചൈന. സൗദിയുമായുള്ള ചർച്ചയിലാണ് ചൈന നിലപാട് അറിയിച്ചത്. മേഖലയിലെ രാഷ്ട്രങ്ങളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും നിലപാടിനൊപ്പം ചേർന്ന് പോകണമെന്നാണ് ചൈനയുടെ നിലപാട്. മേഖലയിലെ രാജ്യങ്ങൾക്ക് ഒപ്പം പ്രവർത്തിക്കുമെന്ന് വ്യക്തമാക്കിയ ചൈന യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആഹ്വാനം ചെയ്തു. അതേസമയം നാവിക ഉപരോധം തുടരുന്നു എന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പുതിയ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. 27 കപ്പലുകളെ തിരിച്ചുവിട്ടു. ഇറാനുമായി പാകിസ്ഥാൻ വീണ്ടും സംസാരിച്ചു. അമേരിക്കൻ സംഘം ഉടനെ ഇസ്ലാമാബാദിൽ എത്തും. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത തടസ്സങ്ങൾ നീക്കി പാത തുറക്കണമെന്നാണ് ചൈന ആവശ്യപ്പെട്ടത്. സൗദി അറേബ്യയുമായി നടത്തിയ ചർച്ചയിലാണ് മേഖലയിലെ സമാധാനത്തിനായി ചൈന നിലപാട് വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെയും പൊതുവികാരത്തിനൊപ്പം ചൈന നിൽക്കുമെന്നും യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള മഞ്ഞുരുക്കത്തിനായി പാകിസ്ഥാൻ ചർച്ചകളും ഊർജിതമാക്കിയിട്ടുണ്ട്. ഇറാൻ അധികൃതരുമായി പാകിസ്ഥാൻ വീണ്ടും ആശയവിനിമയം നടത്തി. ചർച്ചകളുടെ ഭാഗമായി ഉന്നതതല അമേരിക്കൻ പ്രതിനിധി സംഘം ഉടൻ ഇസ്ലാമാബാദിലെത്തും. പാക് സൈനിക മേധാവി അസീം മുനീർ നേരത്തെ ട്രംപുമായി നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് ഈ നീക്കം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ പരിഹരിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ശക്തമാകുമ്പോഴും അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കം സങ്കീർണമായി തുടരുകയാണ്. ഹോർമൂസ് തുറക്കണമെന്നും അന്താരാഷ്ട്ര താൽപര്യത്തിനൊപ്പമാണ് തങ്ങളെന്നും ചൈന ആവർത്തിക്കുകയാണ്. ഇക്കാര്യം ഇറാനെ അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാനുമേൽ സമ്മർദ്ദം ഏറുകയാണ്. ഇറാന്റെ സുരക്ഷയും പരമാധികാരവും മാനിക്കണമെന്നും ചൈന ചൂണ്ടിക്കാട്ടി. റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് നൽകിയ ഇളവ് പുതുക്കില്ലെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള എണ്ണ വാങ്ങാൻ അനുവദിച്ചിരുന്ന അമേരിക്കൻ ഉപരോധ ഇളവുകൾ ഇനി പുതുക്കില്ല. US-ൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ബെസന്റ് വ്യക്തമാക്കി. ഇറാനിയൻ എണ്ണയ്ക്ക് നൽകിയിരുന്ന 30 ദിവസത്തെ ഇളവ് ഏപ്രിൽ 19-ന് അവസാനിക്കും. റഷ്യൻ എണ്ണയ്ക്കുള്ള ഇളവ് ഇതിനകം അവസാനിച്ചു. ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെടുന്ന കരട് പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ പരാജയപ്പെട്ടിരുന്നു. റഷ്യയും ചൈനയും വീറ്റോ ചെയ്തതോടെയാണ് പ്രമേയം പരാജയപ്പെട്ടത്. US ഉൾപ്പെടെയുള്ള കൌൺസിലിലെ 11 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ പാകിസ്ഥാനും കൊളംബിയയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ബഹ്റൈനാണ് പ്രമേയം കൊണ്ടുവന്നത്. സമ്മർദ്ദം ഉപയോഗിച്ച് ഹോർമൂസ് തുറക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയാണ് ചൈനയും റഷ്യയും പ്രമേയത്തെ എതിർത്തത്. ഇതോടെ പ്രമേയം പരാജയപ്പെടുകയായിരുന്നു. ഒരു നാഗരികത ഇല്ലായ്മ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കുന്ന ട്രംപിനെ പിന്തുണയ്ക്കുന്ന പ്രമേയം പാസാക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ചൈന ചൂണ്ടിക്കാട്ടി. പ്രമേയം പരാജയപ്പെട്ടത് ഷിപ്പിംഗ് രംഗത്ത് വൻ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ബഹ്റൈൻ അവകാശപ്പെട്ടു. കപ്പൽ സഞ്ചാരം ആർക്കും എവിടെയും തടയാമെന്ന തെറ്റായ സന്ദേശം നൽകുമെന്നും ബഹ്റൈൻ ചൂണ്ടിക്കാട്ടി. ഇറാനിലെ ഭരണകൂടത്തിനുള്ള റഷ്യയുടെയും ചൈനയുടെയും തുറന്ന പിന്തുണയാണ് രക്ഷാസമിതിയിൽ കണ്ടതെന്ന് US കുറ്റപ്പെടുത്തി. ഒരു ജനതയുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് യാതൊരു അധികാരവുമില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ വ്യക്തമാക്കി. തങ്ങളുടെ ആണവ അവകാശം ഇറാൻ പ്രയോജനപ്പെടുത്താൻ പാടില്ലെന്ന് പറയാനും ട്രംപിന് അവകാശമില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ ആണവ അവകാശങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ട്രംപ് പറയുന്നു. പക്ഷേ എന്ത് കുറ്റത്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് ട്രംപ് വിശദീകരിക്കുന്നില്ല. ഒരു യുദ്ധത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കാൻ ട്രംപ് ആരാണ് എന്നും അദ്ദേഹം ചോദിച്ചു. ഇറാനും US-ഉം തമ്മിലുള്ള ചർച്ചകൾ വീണ്ടും പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.